കാപ്പ കേസിൽ കൗൺസിലർ ജയിലിലായതോടെ തലസ്ഥാനത്തെ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ജയിലിലായ വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ ഹാജരാകാതിരുന്നതിനാൽ അയോഗ്യനാക്കപ്പെടാൻ ഇടയുണ്ട്. ഇതാണ് ബി.ജെ.പിയുടെ ആശങ്കയേറ്റുന്നത്. ഒരു സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയോടെ ഭൂരിപക്ഷം ഉറപ്പിച്ച ബി.ജെ.പിക്ക് സുഗതനെതിരായ കടുത്ത നീക്കങ്ങൾ വലിയ വെല്ലുവിളിയാണ്. സ്ഥിരം കുറ്റവാളിയായ സുഗതനെ അയോഗ്യനാക്കണമെന്ന ആവശ്യവുമായി CPM പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഈ പറയുന്ന കോടതിക്കകത്ത് നിന്ന് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ് സുഗതൻ. ആ സുഗതന്റെ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ഇവിടുത്തെ കൌൺസിലിൽ കൂടണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ മേയർ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു മേയർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? യഥാർത്ഥത്തിൽ ഗുണ്ട സുഗതൻ എന്ന് പറയുന്ന ആൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനായിട്ട് ഈ പറയുന്ന മേയർ മാറിയിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേലിൽ എന്ന് പറയുന്ന രൂപത്തിൽ മേയർ എന്ന് പറയുന്നത് ഗുണ്ടകൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനായി മാറിയിരിക്കുകയാണ്. അയാളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റായിരുന്നു ബി.ജെ.പിക്ക് കുറവുണ്ടായിരുന്നത്. അവർക്ക് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കുക എന്ന എക്കാലത്തെയും വലിയ സ്വപ്നം, 4 പതിറ്റാണ്ടായി തുടരുന്ന സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 1 സീറ്റിന്റെ കുറവുണ്ടായിരുന്നു. ആ കുറവ് നികത്തിയത് പാറ്റൂർ രാധാകൃഷ്ണനെ, സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനെ ഒപ്പം ചേർത്തുകൊണ്ടാണ്. അങ്ങനെ 51 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. അവിടെയാണിപ്പോൾ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത്. വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ കഴിഞ്ഞ 2 കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം അവധി അപേക്ഷ നൽകുകയോ അതെങ്കിലും മറ്റെന്തെങ്കിലും സാങ്കേതികമായ കാരണം അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതിൽ ഇതുവരെ നമുക്ക് വ്യക്തമായൊരു മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷേ അതിനെ CPM വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. കാരണം കഴിഞ്ഞ കൌൺസിൽ യോഗം നടന്ന സമയത്ത് സുഗതൻ ഒളിവിലായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി വീണ്ടും ഒരു കൌൺസിൽ യോഗം കൂടി വിളിച്ചു ചേർക്കണം എന്ന ആവശ്യം പ്രതിപക്ഷമായ LDF മുമ്പോട്ട് വെക്കും. CPM കൌൺസിലർമാർ ഈ ആവശ്യം മുമ്പോട്ട് വെക്കും. ആ ആവശ്യം നിഷേധിക്കാൻ മേയർക്ക് കഴിയില്ല. അങ്ങനെ മൂന്നാമത് വീണ്ടും ഒരു കൌൺസിൽ യോഗം ചേരുമ്പോൾ നിലവിൽ കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ 3 കൌൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാകും സുഗതന്റെ ഭാഗത്തുണ്ടാകുക. അതിനെ ഒരു രാഷ്ട്രീയ നീക്കമായി കണ്ട് സുഗതനെ അയോഗ്യനാക്കണം എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള അവസരമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് ഫലം കാണുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു രാഷ്ട്രീയ നീക്കം ഇടത് കേന്ദ്രങ്ങളിൽ നടക്കുന്നുവെന്ന വ്യക്തമായ ധാരണയിൽ തന്നെയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ബി.ജെ.പിയും ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുഗതന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ ബി.ജെ.പി കൌൺസിലർമാർ ഡെപ്യൂട്ടി മേയറുടെ സാന്നിധ്യത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമാകുകയും സുഗതനെ വേട്ടയാടാൻ, രാഷ്ട്രീയമായി വേട്ടയാടാൻ വിട്ടു നൽകില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമത്തിൻ്റെ രീതിയിൽ നടക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, ഒരു വിഷയത്തിൽ 2 തവണ ഡൽഹിയിലും തിരുവനന്തപുരത്തും മാധ്യമപ്രവർത്തകരെ കണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി സിറ്റുവേഷൻ മാറട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പ്രതികരിക്കുക. ഈ വിഷയത്തിൽ VK പ്രശാന്ത് പരാജയപ്പെടുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് സുഗതനാണ്. വാഴോട്ടുകോണം മേഖലയിൽ സുഗതനുള്ള വ്യക്തിബന്ധങ്ങൾ, അത് സ്വാധീനങ്ങൾ, അതൊക്കെ VK പ്രശാന്തിന് ഒരു വലിയ വെല്ലുവിളി തീർത്തെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ സുഗതനെതിരെ വ്യക്തിപരമായ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന പ്രചാരണം രാഷ്ട്രീയമായി നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ അകപ്പെട്ടിരിക്കുന്ന ഈ കുരുക്കിൽ നിന്ന് സുഗതനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. പക്ഷേ അപ്പോഴും ബി.ജെ.പിക്കുള്ളിൽ തന്നെ അതിനോട് വിയോജിപ്പുള്ളവരുണ്ട്. പക്ഷേ അവരെ ആശങ്കയിലാക്കുന്നത് ഏതെങ്കിലും ഒരു ദുരവസ്ഥയിൽ സുഗതൻ അയോഗ്യനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഏത് തരത്തിൽ നഗരസഭാ ഭരണത്തിൽ കേവല ഭൂരിപക്ഷത്തിൽ 1 സീറ്റിന്റെ മാത്രം മുൻതൂക്കത്തിൽ നഗരസഭയുടെ ഭരണം തുടരുന്ന ബി.ജെ.പിയെ എങ്ങനെ അത് ബാധിക്കുമെന്നതാണ് രാഷ്ട്രീയമായൊരു വെല്ലുവിളി നേതൃത്വത്തിന് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കരുതലോടെ മാത്രം ഈ വിഷയത്തെ അവർ നോക്കിക്കാണുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.